ഇന്നും രാവിലെ ഈ പറമ്പിലോട്ട് നന്നാക്കിയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. കാരണം ഇന്നലെ ഞങ്ങൾ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. കാരണം എന്ന് വെച്ചാൽ അന്ന് ചേട്ടൻ പറഞ്ഞല്ല, അന്ന് വെള്ളം നനച്ചുകൊണ്ടിരുന്നപ്പോൾ റോട്ടിൽ ഉപ്പുവെള്ളം കയറിയ കാര്യം പറയണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്നലെ ആ ഉപ്പുവെള്ളം നല്ലോണം ഇങ്ങോട്ട് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് കയറി. വീടിൻ്റെ മതിലിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ലെന്നുള്ളൂ. പക്ഷേ നമ്മുടെ നിറച്ച് ഈ ചട്ടിയിലോട്ടും ഗ്രോ ബാഗൊക്കെ നിറഞ്ഞങ്ങോട്ട് കയറിയില്ല. എന്നാലും അതൊക്കെ ഒന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഒരു 5 മണിക്ക് മുമ്പ് ആൾ എണീക്കും, നടക്കാൻ പോകാനായിട്ട് എണീക്കും. അപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നടക്കാൻ പോകാൻ പറ്റില്ല, റോഡൊക്കെ ഉപ്പുവെള്ളം കയറി മുങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെടികളൊക്കെ എല്ലാവരും പോയി കിടക്കുമെന്ന് പിന്നെ ആൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്നലെ വന്നുകൊണ്ട് എല്ലാവരും ചട്ടിയിൽ വെച്ചേക്കണ കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചട്ടിയിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെയല്ല വെച്ചിരുന്നത്, അതാണ് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ അതൊക്കെ പൊക്കി കല്ലുമേലോട്ട് വാർക്കക്കല്ലുണ്ടായിരുന്നു, വാർക്കക്കല്ലുമേലിൻ്റെ മേളിലോട്ട് വെച്ചെന്ന് വെച്ചാൽ വീണ്ടും വെള്ളം പൊങ്ങിയാലാന്നോർത്തേ. അങ്ങനെ ആകെ പ്രശ്നമായിരുന്നു. ആകെ ഇതൊക്കെ കണ്ടപ്പോൾ വെള്ളം പൊങ്ങിയാൽ എപ്പോഴും നമുക്ക് ചെടി പോകാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ പറമ്പിൽ നമ്മൾ പുഴരത്തെ കാര്യമാണ് ആദ്യം നോക്കിയത്. ഈ പറമ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചേട്ടാ ഈ പറമ്പിൽ ചിലപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടാകുന്ന നോക്കാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇപ്പം ഞാൻ നിൽക്കണത് ഈ വഴിയിൽ ഇവിടെയൊക്കെ വെള്ളം കിട്ടി, ഓരോ കവറിൻ്റെ അടിയിലും വെള്ളം കിട്ടിയിരിക്കണമായിരുന്നു. എന്നിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ കല്ലിൻ്റെ മേളിലാണ് വെച്ചിരുന്നത്. പക്ഷേ വീണ്ടും ഒരു കല്ലെടുത്ത് വീണ്ടും ഒന്നും കൂടി പൊക്കി വെച്ച്. കാരണം നല്ലോണം കുഴിഞ്ഞ സ്ഥലമാണ് കണ്ട. ഇവിടെയൊക്കെ നമ്മൾ ഓടെടുത്ത് വെച്ച് വീണ്ടും പൊക്കി വെച്ച്. പക്ഷേ ഈ ചവറൊക്കെ ഇട്ട് വെച്ചാക്കണേ നമുക്ക് കുഴപ്പമുണ്ടായില്ല. ഗ്രോ ബാഗ് എടുത്ത് പൊക്കാനായിട്ടേ ചേട്ടൻ കല്ലെടുത്ത് വെച്ച് ഞാൻ ഗ്രോ ബാഗ് എടുത്ത് പൊക്കി അതിൻ്റെ മേളിലോട്ട് വെച്ച്. അപ്പം ഈ കല്ലൊക്കെ ഇട്ട് വെച്ചേക്കണ ചവറൊക്കെ ഇട്ട് വെച്ചിരുന്ന കാരണം ഗ്രോ ബാഗിന് അധികം വെയിറ്റ് ഉണ്ടായില്ല. അപ്പം നമ്മൾ എപ്പോഴും ഗ്രോ ബാഗ് നിറക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കണം. ഒന്ന് അധികം വെയിറ്റിലുണ്ട് നമുക്ക് ഒന്ന് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ പൊക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ, നമുക്കൊക്കെ പൊക്കി വെക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് പൊക്കി അതിൽ മണ്ണ് നിറക്കണം, നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെയും നമ്മൾ ഇന്നലെ പൊക്കി വെച്ചതാണ്. പൊക്കി വെച്ചത് ഒന്നും കൂടി നല്ല പണിയായിരുന്നു ഇന്നലെ വന്നിട്ട്. പിന്നെ ഇതും ചേട്ടൻ്റെ 2 കല്ല് അപ്പുറം വെച്ചിട്ട് അതിൻ്റെ മേളിലൊരു പലക വെച്ച് ഇതൊക്കെ ഇങ്ങനെ പൊക്കത്തിൽ വെച്ചാക്കിയാണ്. എല്ലായിടത്തും വെള്ളം കയറും. അത് കാരണം അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പം നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ഒരു ചേച്ചി പറഞ്ഞ അവർ പീച്ചിങ്ങ എന്നൊക്കെ പറയണ നല്ല വലുതായി നിൽക്കണ പീച്ചിങ്ങയൊക്കെ ആയിരുന്നു. അവിടെ വെള്ളം കയറിയിട്ട് അവർ നിലത്താണ് ഈ സംഗതികളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കയറിയിട്ട് അതൊക്കെ പോയെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ചെടിയായാലും നമ്മുടെ മുന്നിൽ ഒരു കായായാലും ഉണ്ടായി നമ്മുടെ മുന്നിൽ കാണിച്ചിട്ട് അത് പോകുമ്പോൾ വിഷമം നമുക്ക് വലുതാണ്. പക്ഷെ ഈ വെള്ളം കയറൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് എല്ലാ കൊല്ലം ഉണ്ടല്ലോ. അതാരണം നമ്മൾ ഇതിനുള്ള മുൻകരുതലുകളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചത്. കാരണം വലിയ വിഷമത്തിന് ഇടയാക്കിയില്ല. അല്ലെങ്കിൽ ഇതൊക്കെ നട്ടിട്ട് പോകും എന്ന് പറയണത് ഭയങ്കര സങ്കടമുള്ള. നേരത്തേക്കെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വെള്ളം കയറിക്കഴിഞ്ഞാൽ എല്ലാം മുങ്ങും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീടിൻ്റെ മതിലകത്തോട്ട് കയറിയില്ല. പക്ഷെ അടുത്തുള്ള വീടുകളിലൊക്കെ മതിലകത്തോട്ടൊക്കെ കയറി. അപ്പോൾ മതിലകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈ നമ്മുടെ നിലത്ത് ഉപ്പായിരിക്കുമല്ലോ, മണ്ണിൽ ഉപ്പായിരിക്കും. ആ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് നമ്മൾ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഈ ഉപ്പ് അകത്തുമാവും. പിന്നെ നമ്മപ്പോൾ വീടൊക്കെ എത്ര തുടച്ചിട്ടാലും അത് വൃത്തിയായി കിടക്കുകയുമില്ല. കുറേ നാൾ ഇങ്ങനെ ഒരു മഴക്കാലം വന്ന വരെയും നമ്മൾ ഇത് സഹിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ സുനാമി വന്നപ്പോൾ നമുക്ക് പുഴരിയത്തെ കൽപ്പറ്റ് പോലെ കിട്ടിയല്ല. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ വെള്ളത്തിൻ്റെ രൂക്ഷത അധികമില്ല. പക്ഷേ അടുത്ത വീടുകളിലൊക്കെ വെള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളാവുമ്പോൾ അതിനതിജീവിക്കാൻ പഠിക്കുമല്ലോ. പിന്നെ ചേട്ടൻ്റെ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട എല്ലാത്തിനും. ഇന്നലെയൊക്കെ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നേരം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ഇതിൻ്റെ പണിയുടെ പുറകെ നടക്കിയിരുന്നു. അത് കാരണം നമുക്കൊന്നിനും നേരം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇത് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് വൈകിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ടുള്ള നേരം കിട്ടാറില്ല. കാരണം
രാവിലെ ഈ ചാണകം വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം നല്ലതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അന്ന് ഞാൻ ആ തക്കാളിയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് എടുത്തുള്ളത് ഉപ്പുള്ള കയറി. പിന്നെ വലിയ കുഴപ്പമില്ല, വാടിയിട്ടൊന്നുമില്ല, കാരണം നമുക്ക് വലിയ വിഷമങ്ങളില്ല. പിന്നെ ഇനി ഒരു പ്രാവശ്യം കൂടി വെള്ളം പൊങ്ങോളെന്ന് അച്ഛൻ പറഞ്ഞത്. അച്ഛനറിയാം വെള്ളം പൊങ്ങണ സമയങ്ങളൊക്കെ നമുക്ക് പുഴയിലെ തക്കങ്ങളൊക്കെ അച്ഛനറിയാം. അപ്പം ഇനി ഒരു പ്രാവശ്യം കൂടി വെള്ളം കയറുമെന്ന് പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ലെന്ന്. കാരണം ഇനി വലുതായിട്ട് പേടിക്കണ്ടെന്ന് വിചാരിക്കുക. എന്നാലും ഇതൊക്കെ പൊക്കത്തിൽ വെച്ചേക്കണ കാരണം വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ പീച്ചിങ്ങ ഒന്നും കൂടി വലുതായിട്ടുണ്ട് കേട്ടോ. പീച്ചിങ്ങക്ക് നീട്ടം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറി എന്ന് പറഞ്ഞപ്പോൾ ഈ പീച്ചിങ്ങ പോയെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. നമുക്ക് പീച്ചിങ്ങ നമ്മൾ വളരെയധികം ഇതാക്കി കൊണ്ടുവച്ചതാണല്ലോ. അപ്പോൾ ഞാനതാണ് ഇവിടെ വെള്ളം കയറിയെന്ന് ചേട്ടനോട് ചോദിച്ചത്. പക്ഷേ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഇതിവിടെ മണ്ണൊക്കെ നനഞ്ഞിടക്കുന്നുണ്ട്. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കണ സ്ഥലമായിരുന്നു ഇന്നലെ. അങ്ങനെ അതൊക്കെ പൊക്കത്തിൽ വെച്ച് പീച്ചിങ്ങൊന്നും പോയില്ല, തന്നെ ഭാഗ്യം. പിന്നെ നമ്മുടെ പുഴയരിയത്ത് വെച്ചിരുന്ന ചെടികളൊക്കെ ഉണ്ടായി എടുത്ത് അകത്തോട്ട് വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഉപ്പുവെള്ളം കയറി കാരണം പുഴയരിയത്ത് വെച്ചിരുന്നത് നമ്മൾ മതിലിനകത്തോട്ട് കയറ്റി വെച്ചാക്കിനെ വഴുതനങ്ങ മുളകുകളെല്ലാം. പിന്നെ ഏതായാലും ഒരാഴ്ച ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വെക്കാമെന്ന് ഓർത്താണ്. പിന്നെ ഈ ചെടിയും എടുത്ത് നമ്മൾ അകത്തോട്ട് വെച്ച് ഇതൊക്കെ പോയി കഴിഞ്ഞാലാന്ന് ഓർത്ത്. പിന്നെ നമുക്ക് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെമ്പരത്തി ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും വീഡിയോ കാണിക്കണം. ഈ ചെമ്പരത്തി അത് ഉണങ്ങിപ്പോണ മട്ടാണ്. അതിപ്പോൾ ചില ചെടികളെ ഉപ്പുവെള്ളം തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പോണ ചെടികളുണ്ട്. നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് നിർത്തിയിട്ടും കാര്യമില്ല. ഇവിടെയൊക്കെ ഞങ്ങൾ വെള്ളം ഒഴിച്ച് നിർത്തിയാക്കണം ബാക്കി എല്ലാ ചെടികളെയും. പക്ഷേ ഇത് രക്ഷയില്ല, ഇത് നമുക്ക് കിട്ടൂലെന്ന് തോന്നണം. അല്ല ഇപ്പോഴത്തെ സൈഡിലെ ചെടികൾക്കൊക്കെ ഒരു ചെറിയൊരു വാടലുണ്ടെന്നാലും പോകൂലെന്ന് തോന്നണം. പോയാൽ നിങ്ങൾ തളർന്ന് കിടന്നാണ്. അല്ല വേറെ വലിയ പ്രശ്നങ്ങളായിട്ടില്ലേ. തക്കാളിയൊക്കെ വീണ്ടും പൊക്കത്തിലോട്ട് വെച്ചിട്ടുണ്ട്, തക്കാളിയും വഴുതനങ്ങയൊക്കെ. പിന്നെ ഞാൻ കിട്ടിയ പഴുത്ത മുളകൊക്കെ അത് എടുത്ത് ഉണക്കാൻ വെച്ചൊക്കെയുണ്ട്. അത് ഉണക്കിയിട്ട് പൊടിപ്പിക്കാൻ നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ ഓർത്തേ. അങ്ങനെ കുറച്ച് പഴുത്ത മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എപ്പോഴും ഇനി നമുക്ക് ദുരിതമായിരിക്കുള്ളൂ. കാരണം നമ്മുടെ ഭൂമി ചൂടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇനി വെള്ളം കയറ്റമൊക്കെ കൂടുള്ളെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കണം അങ്ങനെയല്ല, വെള്ളം കയറ്റമൊക്കെ കൂടും, നമ്മുടെ ഭൂമി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, മഞ്ഞുമലകളൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് നമ്മുടെ സ്ഥലമൊക്കെ ഒന്നും ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഉള്ള നാളിലൊക്കെ നമുക്ക് ഈ ചെടികളെയൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്ക് സംരക്ഷിച്ച് നിർത്താം. നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളത്. കൂടുതൽ പ്രകൃതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രകൃതി പറഞ്ഞതൊക്കെ നമ്മൾ സഹിക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഓരോന്ന് ചെയ്തിട്ടാണല്ലോ പ്രകൃതി ഇങ്ങനെ നമ്മളോട് ചെയ്യണത് അല്ലേ. എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.